വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും എൻ്റെ സ്നേഹശീലമായ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. വക്കം മൗലവിയെക്കുറിച്ച് പറയുമ്പോൾ ചില പരാതികൾ എനിക്കുണ്ട് നിങ്ങളോട്. വക്കം മൗലവിയുടെ സമഗ്രമായ ഒരു ജീവചരിത്രം എഴുതാൻ തക്ക പാണ്ഡിത്യവും അറിവും ഉള്ളവർ ഉള്ളൊരു വലിയ കുടുംബമാണ് പൂന്തറാമ്പിളാകത്ത് കുടുംബം. ആ കുടുംബത്തിലെ ഒരാളിനും അദ്ദേഹത്തിൻ്റെ ഒരു സമഗ്ര ജീവചരിത്രം എഴുതണമെന്ന് യോഗ്യതയുണ്ടായിട്ടും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അറിവുണ്ടായിട്ടും തോന്നാതിരുന്നത് അനിഷേധ്യമായ ആ ഒരു അപരാധം ആണ് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അത് കാരണം അദ്ദേഹത്തിനെക്കുറിച്ചുള്ള വലിയ തെറ്റിദ്ധാരണകളുണ്ട്. അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനത്തെക്കുറിച്ച് തെറ്റിദ്ധാരണകളുണ്ട്. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തെക്കുറിച്ച് തെറ്റിദ്ധാരണകളുണ്ട്. യഥാർത്ഥ വസ്തുതകൾ അറിയാൻ ആളുകൾക്ക് യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ എൻ്റെ അനുഭവം പറയാം. അദ്ദേഹത്തിൻ്റെ പത്രങ്ങളെല്ലാം തിരക്കി നടന്ന് കിട്ടിയില്ല. ആകെ കിട്ടിയത് 12 ലക്കം ഇറങ്ങിയ ദീപിക മാസിക മാത്രമാണ്. ആ മാസിക 14 ലക്കങ്ങളും പഠിച്ച് ഞാനൊരു പഠനം എഴുതിയിട്ടുണ്ട്. എൻ്റെ ആദ്യകാല മാസികകൾ എന്നൊരു പുസ്തകമുണ്ട്. 45 മരിച്ചുപോയ മാസികകളെക്കുറിച്ചുള്ള പഠനമാണ്. അതിലൊന്ന് ഇതാണ്. അദ്ദേഹത്തിൻ്റെ മതവീക്ഷണവും അദ്ദേഹത്തിൻ്റെ ലോകവീക്ഷണവും സാഹിത്യ വീക്ഷണവും സമുദായ വീക്ഷണവും എല്ലാം ഭംഗിയായി പ്രതിപാദിക്കുന്ന മനസ്സിലാക്കാൻ സഹായിക്കുന്ന രചനകളുള്ള ലേഖനങ്ങളുള്ള പഠനങ്ങളുള്ള ഒരു പ്രസിദ്ധീകരണമാണ് അത്. അപ്പോൾ അങ്ങനെയുള്ള ബഹുമുഖ പ്രതിഭയായ ബഹുഭാഷാ പണ്ഡിതനായ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പഠനങ്ങളൊന്നും ഇല്ല എന്നാണ് എൻ്റെ പരാതിയും പരിഭവവും. അത് നമ്മളാണ് ഉത്തരവാദികൾ. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരുമാണ് മലയാളികളാണ് അതിൻ്റെ ഉത്തരവാദി. ആരെങ്കിലും ഏറ്റെടുക്കേണ്ടതായിരിക്കും. പിന്നെ ഇവിടുത്തെ ചുറ്റുപാടിൽ ഒരു മുസ്ലിം പണ്ഡിതൻ നിസ്വാർത്ഥനും ഒക്കെ ആയ ഒരു പണ്ഡിതനാണെങ്കിലും അദ്ദേഹത്തെ ഇതിൻ്റെ പ്രവർത്തനത്തിന് ഏറ്റെടുക്കാൻ ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് താല്പര്യം കാണില്ല. നേരത്തെ ഇവിടെ ഇതിനെ കുറിച്ച് പറഞ്ഞല്ലോ, സർവ്വസമ്മേളനം നടത്തിയിട്ട് അത് ഇവിടുത്തെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് പ്രസ്ഥാനങ്ങളുണ്ട്, അവരുടെയും ശ്രദ്ധയിൽ വരില്ല. അവിടെ മതം ജാതി മാത്രമല്ല, അവിടെ ഉള്ളത് രാഷ്ട്രീയമുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഇതിലൊന്നും വക്കം മൗലവി പെടുകയില്ല. വക്കം മൗലവി ജന നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പ്രഖ്യാപനങ്ങൾ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ തന്നെ പത്രത്തിൻ്റെ അഭിപ്രായത്തിൽ ലക്ഷ്യോന്മുഖമായ പത്രപ്രവർത്തനം അതാണ് അദ്ദേഹം നടത്തിയത്. ലക്ഷ്യോന്മുഖമായ പത്രപ്രവർത്തനത്തിന് അദ്ദേഹം ശക്തമായ തുടക്കം കുറിക്കുകയാണ് ചെയ്തിരുന്നത്. ആ ലക്ഷ്യോന്മുഖമായ പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ദേശാഭിമാനി പത്രം ആരംഭിച്ചത്. അതിൻ്റെ മുഖവുരയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. അദ്ദേഹം പറയുന്നത് പത്രപ്രവർത്തനത്തെ രാജ്യത്തെയും സമുദായത്തെയും നവീകരിക്കുന്നതിനുള്ള ഒരു ഉത്തമ ഉപാധിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്ക് തന്നെ മനുഷ്യർക്ക് തന്നെ മനുഷ്യനന്മയ്ക്ക് വേണ്ടി നിലകൊള്ളാവുന്ന ഒരു ഉപാധിയാണ് പത്രപ്രവർത്തനം. ഒരു പത്രപ്രവർത്തകന് അന്യമായിട്ട് ഒരു വിഷയവുമില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന്, ഒരു നല്ല വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് പത്രപ്രവർത്തനത്തിന് കഴിയും. അത് നൽകുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഞാൻ എഴുതിയ ഒരു ലേഖനത്തിൻ്റെ തന്നെ ഭാഗങ്ങളെന്ന് എനിക്ക് ഓർമ്മശക്തി കുറവുണ്ട്, ഓർമ്മക്കുറവൊക്കെ ഉള്ളവരുണ്ട്. 3-4 വർഷമായി. അതുകൊണ്ടാണ് ഇങ്ങനെ ആ ലേഖനം
51 കേരള പ്രതിഭകൾ എന്നൊരു പുസ്തകമുണ്ട്, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചു. അതിലൊന്ന് വക്കം മൗലവിയാണ്. ആ ലേഖനത്തിലെ അതിൽ ഉദ്ധരണിയാണ്. ഇതെല്ലാം ഈ അദ്ദേഹത്തിൻ്റെ പ്രസ് തിരിച്ചു കൊടുത്തപ്പോൾ ഒരു പുസ്തകം കിട്ടിയത്. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൽ വളരെ വിലപ്പെട്ട വിവരങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുൽ ഖാദർ സാർ പ്രവേശപ്പെടുത്തിയതാണ്. എൻ്റെ ഒരു ഗുരുനാഥനാണ് ആ പുസ്തകത്തിൻ്റെ എഡിറ്ററായിട്ട് വെച്ചിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയത്. എൻ്റെ ഇല്ലായിരുന്നു. ഇങ്ങനൊരു പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പാറൈ ശംസുദ്ദീനോട് ചോദിച്ചു. എൻ്റെ ഒരു സ്നേഹിതനാണ് അദ്ദേഹം, MLA ഒക്കെ ആയിരുന്ന ആളാണ്, അടുത്ത സ്നേഹിതനായിരുന്നു. അദ്ദേഹം പിറ്റേന്ന് തന്നെ പുസ്തകം കൊടുത്തയച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നത്, അതിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര സംബന്ധമായ വളരെ വിവരങ്ങളുടെ ഒരു ശേഖരമാണ് ആ പുസ്തകം. അതെല്ലാം പ്രയോജനപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം അദ്ദേഹം എഴുതാനായിരുന്നു. ഇപ്പോൾ ആരോഗ്യമൊക്കെ പോയതുകൊണ്ടായിരിക്കും എഴുതാതിരുന്നത്. ഇന്നൊക്കെ ഉണ്ടല്ലോ ആളുകൾ നല്ല എപ്പോൾ കണ്ടാലും നല്ല പുസ്തകം കയ്യിൽ കാണും അവരുടെ. എനിക്ക് അവിടുത്തെ എപ്പോഴും കണ്ടാലും ആ കാലത്ത് പ്രസിദ്ധപ്പെടുത്തിയതായിരുന്നു. ME കിഷവാര്യർ അത്ഭുതപ്പെട്ട് പറഞ്ഞു, ഈ ഇദ്ദേഹം അല്ലമീൻ്റെ പത്രാധിപരായി അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുൽ ഖാദർ സാറ്, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞപ്പോൾ ഈ പരിചയമുണ്ട്. അത് പറയാം, സുബോധിനി എന്നൊരു മാസിക അദ്ദേഹം വർക്കലയിൽ നിന്ന് നടത്തിയിരുന്നു. 9 ഇറങ്ങിയിട്ടുള്ളൂ. അത് അങ്ങനെ ഒരു മാസിക നടത്താൻ സർവ്വയോഗ്യതയുള്ള ആളാണ്. വേണ്ടത്ര വിഭവങ്ങൾ ഉണ്ടെങ്കിലേ അത് വിളമ്പാൻ വിഷമിക്കേണ്ടതല്ലേ. കലത്തിലിട്ട് പറണ്ടുന്നത് പോലെ പറണ്ടല്ല, ഒന്നും ഇല്ലെങ്കിലല്ലേ പറണ്ടി വരുന്നു. വേണ്ടത്ര വിഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു. ആ ഓഫീസിൽ എനിക്ക് 18 വയസ്സുണ്ടെന്ന് ഞാൻ ഈ ഓഫീസിലൊരു ചെന്നു. എന്നിപ്പോൾ പറഞ്ഞു, ഒരു നല്ലൊരു അലമാരയിൽ നല്ല ബോണ്ട് പേപ്പർ, നല്ല നല്ല വോള്യൂംസ്, 3 അട്ടിയിൽ വോള്യൂംസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. എന്ന് ഞാൻ ചോദിച്ചു, നോക്കിക്കോട്ടെ സാറേ, എടുത്ത് നോക്കിക്കോട്ടെ. അതിനോട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കാണാനല്ലേ എന്ന് പറഞ്ഞു. നിന്നൊന്ന് നോക്കിയിട്ട് തിരിച്ച് ഇത് പറഞ്ഞു, എന്നാ നോക്കിക്കോ. അങ്ങനെ ഞാൻ നോക്കി. 2ാമത്തെ നിലയിലാണ്, വർക്കല പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്ത് 2ാമത്തെ നിലയിലാണ്. നോക്കിയപ്പോൾ എന്താണെന്നറിയാമോ? അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണത്. ഇത് മുഴുവനും ഈ 3 അട്ടിക്കിരിക്കുന്ന വോള്യൂംസ്, അത് മുഴുവനും പുസ്തകങ്ങളുമായി ലോകപ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ വായിച്ച് എടുത്ത നോട്ടായി. അങ്ങനെ ഈ ഗ്രന്ഥങ്ങൾ വായിച്ചതിന് വായനയ്ക്ക് ഇത്രയും വായിച്ച് തള്ളിയ എന്ന് പറയുമ്പോൾ വേറെ ലക്ഷണം ഗ്രഹിച്ച മറ്റൊരാളെ കണ്ടെത്താൻ പ്രയാസം. ഇവിടെ നിന്ന് ഒരു എൻസൈക്ലോപീഡിയ മാത്യു M. കുഴിവേലി പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. 8 വള്ളിയുണ്ട്. ആ വള്ളിയത്തിൻ്റെ പ്രധാന പ്രവർത്തകൻ അദ്ദേഹമായിരുന്നു. പലർക്കും അത് അറിഞ്ഞൂടെ. 8 വള്ളിയും 8,000 പേജിലുള്ള 8 വള്ളി അദ്ദേഹത്തിൻ്റെ സേവനവും വേണ്ടത്ര മാനിക്കപ്പെട്ടിട്ടില്ല. 360 ബാലസാഹിത്യ കൃതികൾ അദ്ദേഹം എഴുതി. വലിയ തലക്കനം വന്ന സാഹിത്യ ഗോലുള്ള സാറിനെ പോലെയുള്ളവരെ കൊണ്ട് കുട്ടികൾക്ക് വേണ്ടി തൂലി എടുപ്പിച്ചത് അദ്ദേഹമാണ്. അത്ര കണ്ട് സേവനം ഉള്ള അദ്ദേഹം ആ പുസ്തകത്തിൽ ഈ എൻസൈക്ലോപീഡിയ, ആദ്യത്തെ എൻസൈക്ലോപീഡിയയുടെ പ്രധാന പ്രവർത്തകൻ, ലോകത്തിലെ മറ്റു എൻസൈക്ലോപീഡിയകളെല്ലാം അദ്ദേഹം വരുത്തി അദ്ദേഹമാണ് അത് തയ്യാറാക്കിയത്. പേര് മറ്റേ ആളുടെ വെച്ചിരിക്കുന്നെങ്കിലും ജോലി ചെയ്തത് അദ്ദേഹമാണെന്നുള്ളത് ആ രഹസ്യം ഞാൻ പരസ്യമായിട്ട് പറയുന്നു. പിന്നെ അത്ര കണ്ട് രസദർശമുണ്ട് ആണ് അദ്ദേഹം. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഈ പഠിക്കുന്നത് പള്ളിക്കൂടത്തിൽ നിന്ന് പഠിക്കുന്നത് പഠിക്കാനുള്ള വഴിയല്ലേ കിട്ടുള്ളൂ. കോളേജിൽ നിന്നും നോക്കുക അങ്ങനെയല്ല പഠിച്ചത്. വായിച്ചു പഠിച്ചു. എല്ലാ വിഭാഗത്തിലും പെട്ട പുസ്തകങ്ങൾ അദ്ദേഹം വായിച്ചു പഠിച്ചു. അങ്ങനെയുള്ളൊരു സർവ ശാസ്ത്രങ്ങളും പഠിച്ച ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഈ ജീവചരിത്രം എഴുതാൻ ഞാൻ എൻ്റെ ബഹുമാനം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം എഴുതിയില്ല.
അദ്ദേഹം പിന്നെ തന്ന ഈസാ സാറിനെ പോലെയുള്ളവർ, എൻ്റെ ഒരു ബഹുമാന്യ മിത്രമാണ് ഈസാ സാർ. അവിടെ അടുത്ത് ഒരു സ്കൂളിൽ ടീച്ചറായിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ എന്നെ കാണാൻ വരുന്നു. ഞങ്ങൾ രണ്ടും കൂടെ നടന്ന് ഞാൻ കവലയിൽ വരെ കൊണ്ടാക്കും. മണനാക്കും കവലയിലൊക്കെ പറഞ്ഞല്ലോ, കവലയിൽ വരെ കൊണ്ടാക്കും. കവലയിൽ സ്കൂളിലാണ് ടീച്ചറായിരുന്നത്. അദ്ദേഹത്തിൻ്റെയും കയ്യിൽ കാലാകാലങ്ങളിൽ ഇറങ്ങുന്ന പുസ്തകങ്ങൾ കാണും. പിന്നെ അതുപോലെ തന്നെ മജീദ് സാറുണ്ട്, MLA ആയിരുന്ന ആളാണ്. അദ്ദേഹം വർക്കല ഒരു വൈദ്യശാലയുണ്ട്, വൈദ്യശാല അദ്ദേഹം പണ്ഡിതനൊക്കെയാണ്. അവിടെ വരും, വൈകുന്നേരങ്ങളിൽ ചിലപ്പോൾ വരും. അദ്ദേഹത്തിൻ്റെയും കയ്യിൽ ഞാൻ പുസ്തകം കണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെയും കണ്ടിട്ടുണ്ട്. പിന്നെ അബ്ദാ സാറുണ്ട്, സാറിൻ്റെ കയ്യിലും പുസ്തകം കാണും. അതെ, പുസ്തകങ്ങളെക്കുറിച്ചുള്ള വിവരം പലതും നമുക്ക് കിട്ടും. പക്ഷേ ഇതൊന്നും നമ്മൾ വായിക്കത്തക്ക പുസ്തകങ്ങളല്ല. അത് MK കൃഷ്ണവാര്യരും പറഞ്ഞു, അതൊക്കെ മോനുടെ ഇദ്ദേഹത്തിന് വേണ്ടി മാത്രം ഉള്ളതെന്നുള്ള. അതുകൊണ്ടാണ് ഞാൻ ഈ ജീവചരിത്രത്തിൻ്റെ കാര്യം നിങ്ങളുടെ മണ്ടയിൽ തന്നെ വെച്ച് കുറ്റമാണെന്ന് പറഞ്ഞത്. ഇത്രയൊക്കെ മിടുക്കന്മാരുണ്ടായിരുന്നു, അത് ചെയ്യാതിരുന്നത് ശരിയല്ല. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം എഴുതണം. വളരെ ത്യാഗനിർഭരമായ ഒരു പ്രവർത്തനമായിരിക്കണം അത്. വിവരങ്ങൾ ശേഖരിച്ച് അദ്ദേഹത്തിൻ്റെ ഇപ്പം കിട്ടാതിരുന്ന ഒരു മാസം ഇവിടെ കിട്ടിയല്ലോ. ഇന്നലെ എനിക്ക് തന്നല്ല, എൻ്റെ കാപ്പി കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇവിടെയെല്ലാം തിരക്കി നടന്നതാണെന്നറിയാം. അത് കിട്ടിയില്ല, ഇപ്പം കിട്ടിയിട്ടുണ്ട്. അതും കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് പത്രപ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ സാമൂഹിക സേവനവും രാജ്യസേവനവുമാണ് ഞാൻ പത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. എനിക്ക് വേണ്ട പരമമായ ലാഭം പണമല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കല്ല, എൻ്റെ രാജ്യത്തിന് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അദ്ദേഹം മുസ്ലിമാണ്. അദ്ദേഹം തുടങ്ങിയ പത്രം മുസ്ലിം പത്രമാക്കിയില്ല, ഒരു പൊതു വർത്തമാന പത്രമാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. വിശാലാശയനായ അദ്ദേഹത്തിന് അങ്ങനെ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. പിന്നെ സ്വദേശാഭിമാനി തുടങ്ങി. സ്വദേശാഭിമാനിയുടെ പ്രവൃത്തി കൊണ്ട് ജനങ്ങൾക്ക് ക്ഷേമമുണ്ടാകണമെന്നാണ് ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം. ഇവിടെ മതവും ജാതിയും ഒന്നും കടന്നു വന്നിട്ടില്ലല്ലോ. സമുദായം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ സമുദായം എന്ന് പറഞ്ഞാൽ പറയുന്ന ആളിൻ്റെ സമുദായം എന്നാണ് അർത്ഥം എഴുതുന്നത്. ഇവിടെ അദ്ദേഹം സമുദായം എന്ന് പറഞ്ഞിരിക്കുന്നത് തൻ്റെ സമുദായം എന്നുള്ള അർത്ഥത്തിലല്ല, ജനസമുദായം എന്നുള്ള അർത്ഥത്തിലാണ്. ജനസേവനത്തിനുള്ള ഒരു ഉത്തമ ഉപാധിയാണ്, ശക്തിയുക്തമായ ഒരു ഉപാധിയാണ് പത്രപ്രവർത്തനം എന്നാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. ഈ ഉദ്ദേശ്യം സാധിക്കാൻ ഞങ്ങൾ യഥാശക്തി ശ്രമിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾക്കുണ്ടാകാവുന്ന എല്ലാ ആപത്തുകളെയും ഭയന്ന് പൊതുജനസങ്കടങ്ങളെ ഞങ്ങൾ മറച്ചു വയ്ക്കുന്നതല്ല നിശ്ചയം. അതാണ് ഞാൻ പറഞ്ഞത്. പൊതുജനവും അല്ല, ലക്ഷ്യോന്മുഖമായ പത്രപ്രവർത്തനം. അതിനു മുമ്പുള്ള പത്രപ്രവർത്തനത്തിൽ ഈ ദൃഢനിശ്ചയമില്ല. ലക്ഷ്യമൊക്കെ ഉണ്ട് അല്ലേ സാർ? അതിന് മുമ്പുള്ള പത്രത്തിലും ഇല്ലേ? ഉണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, പ്രഖ്യാപിതമായ നയമാണ്. ഇത് ദൃഢപ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ രാജ്യത്തിന് വേണ്ടി ഉള്ള സേവനമാണ് അദ്ദേഹം പത്രപ്രവർത്തനം വഴി. അവിടെ സമുദായത്തിൻ്റെ സങ്കുചിതത്വമോ മതത്തിൻ്റെ താങ്ങോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതല്ല അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. അദ്ദേഹം സ്വന്തം തന്നെ സമ്പന്നമായ ഒരു കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം. അത് ഈ ദീപികയിൽ ഒരു മുഖപ്രസംഗമുണ്ട്. മോത്തിലാൽ നെഹ്റു മരിച്ചപ്പോൾ എഴുതിയ ഒരു മുഖപ്രസംഗമുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ത്യാഗനിർഭരമായ സേവനങ്ങളെയും ആരോഗ്യം വെടിഞ്ഞ് എല്ലാം ഉള്ള പ്രവർത്തനങ്ങളെയും കുറിച്ച് വാഴ്ത്തി പറയുന്നുണ്ട്. പക്ഷേ അതേ കാര്യങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബ സ്വത്ത് പോലും, അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം സ്വത്തുക്കൾ പോലും ഈ മോത്തിലാൽ നെഹ്റു രാജ്യത്തിന് വേണ്ടി വിനിയോഗിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇത് നമ്മുടെ മൗലവിയെ സംബന്ധിച്ചും ഒരു സത്യ കഥനമാണ്. യാതൊരു സംശയവും കാര്യത്തിലില്ല. എൻ്റെ നാട്ടിൽ അദ്ദേഹത്തിന് ഒരു നിലമുണ്ടായിരുന്നു, നെൽകൃഷിക്കുള്ളൊരു നിലം. മുടിയക്കോടെന്ന് പറയും. മുടിയാക്കോടാണ്, മുടിയക്കോട് ആയിരിക്കുന്നത് ഇപ്പോഴും.
മുടിയാത്ത സ്ഥലമെന്നുള്ളതാണ്. അവിടെ ഒരു നിലം ഉണ്ടായിരുന്നു. ഒരു 10-20 പറ നെല്ല് നില കൃഷി ചെയ്യാവുന്ന നിലപാടുണ്ട്. അത് വിറ്റു. അങ്ങനെ പല വസ്തുക്കളും അദ്ദേഹത്തിന് പലയിടത്തും ഉണ്ടായിരുന്നതെല്ലാം വിറ്റാണ് പൊതുപ്രവർത്തനം നടത്തിയത്. ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ജാതിക്കും മതത്തിനും വിഭാഗത്തിനും വർഗീയതയ്ക്കും എല്ലാത്തിനും എതിരായി വിശ്വവിശാലമായ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് ഒരു മുഖപ്രസംഗത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. മൗലാന ഈ കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്ന ഒരാളുണ്ട്. അല്ല അബ്ദുൽ കലാമല്ല, ഈ ഗോകുലമുള്ള കോൺഗ്രസിലെ അധ്യക്ഷനായി. അപ്പോൾ അന്ന് ജാതി ഈ മുസ്ലിം പണ്ഡിതനായിരുന്നു, നേതാവായിരുന്നു അന്നത്തെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ടി.കെ. മാധവനോട് ഇന്ത്യയിലെ പാവപ്പെട്ടവന് വേണ്ടി അവൻ്റെ ഉന്നതിക്ക് വേണ്ടി കോൺഗ്രസ് ശ്രമിക്കണമെന്നുള്ള പ്രമേയമുണ്ടല്ലോ അവതരിപ്പിച്ചു. അതിന് ഇദ്ദേഹമായതുകൊണ്ടാണ് അത് കിട്ടിയത്. അദ്ദേഹത്തിന് ആ വിശാല മനസ്ഥിതി ഉണ്ടായിരുന്നു. മാധവൻ പ്രമേയം എഴുതിക്കൊണ്ട് നടക്കാനേ പോകുമായിരുന്നല്ലെങ്കിൽ വേറെ ആരും അത് അംഗീകരിക്കില്ല. ആ പ്രമേയം അവതരിപ്പിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം മരിച്ചപ്പോൾ എഴുതിയ മുഖപ്രസംഗവുമുണ്ട്. അതിലെല്ലാം അദ്ദേഹത്തിൻ്റെ ദേശീയമായ കാഴ്ചപ്പാട് അത് വിശിഷ്ടമാണ്. ആ കാഴ്ചപ്പാട് അതിനകത്തുണ്ട്. ഇദ്ദേഹവും അതുപോലെ സ്വന്തം വസ്തുവകകൾ വിറ്റ് സമ്പന്നമായ കുടുംബത്തിൻ്റെ സ്വത്ത് വിറ്റ് പൊതുപ്രവർത്തനം നടത്തിയ ആളാണ്. പിന്നെ ഞങ്ങൾക്ക് ഉണ്ടാകാവുന്ന വല്ല ആപത്തുകളെയും ഭയന്ന് പൊതുജന സങ്കടങ്ങളെ ഞങ്ങൾ മറച്ചു വയ്ക്കുന്നതല്ല. ഇത് രാമകൃഷ്ണപിള്ള പത്രാധിപരായിരുന്നപ്പോൾ ഉള്ള കാര്യമല്ല. ചിറയൻകീഴ് പി ഗോവിന്ദപിള്ള എന്ന് പറയുന്ന പണ്ഡിതൻ കേരളവർമ്മയുടെ കാലത്തെ ഒരു ശ്രേഷ്ഠ പണ്ഡിതന്മാരിൽ ഒരാളാണ്. അദ്ദേഹം സാഹിത്യ സംബന്ധമായും ചരിത്ര സംബന്ധമായും ധാരാളം പ്രബന്ധങ്ങൾ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. ചിറയൻകീഴ് സി പി ഗോവിന്ദപിള്ള നമ്മുടെ നാടൻ പാട്ടുകൾ കളക്ട് ചെയ്ത് അത് പഠനത്തോടുകൂടി പ്രസിദ്ധപ്പെടുത്തിയത് അദ്ദേഹമാണ്. ആദ്യമായി അങ്ങനെ നമ്മുടെ സമ്പത്താണ്, അമൂല്യമായ സമ്പത്താണ് നാട്ടിൻ്റെ ഭാഷയുടെ. അത് അദ്ദേഹമാണ് ചെയ്തത്. അദ്ദേഹമായിരുന്നു പത്രാധിപർ. അദ്ദേഹത്തിന് പിന്നീട് ഇടയാണത്ത് മഠം എന്ന് പറഞ്ഞ ബ്രാഹ്മണരുടെ ഒരു ജമീന്ദാരുണ്ട്, അവരുടെ പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു. അപ്പോൾ അത് ദിഗരാജൻ എന്നാണ് ആ പത്രത്തിൻ്റെ പേര്. അങ്ങനെ പോയതുകൊണ്ടാണ് പുതിയ പത്രാധിപരെ തിരക്കി പിടിച്ച് ഇദ്ദേഹത്തെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ചുരുക്കി പറയാം. ഇദ്ദേഹത്തെ കൊണ്ടുവന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അതേ തരത്തിലുള്ള വിശ്വവിശാലമായ മനസ്ഥിതിയോ നിഷ്കളങ്കമായ നിർവ്യാജമായ സ്വഭാവമോ മുറുകെ പിടിച്ചുകൊണ്ടുള്ള നീക്കമായിരുന്നില്ല സ്വദേശാഭിമാനിയുടെ. യാതൊരു സംശയമില്ല. സ്വദേശാഭിമാനിയുടെ മുഴുവൻ കൃതികളും ഇപ്പോൾ കിട്ടും. നിങ്ങൾക്കെടുത്ത് അത് പരിശോധിച്ച് നോക്കി വില നിശ്ചയിക്കാവുന്നതാണ്. ഈ പ്രഖ്യാപനം ഉണ്ടല്ലോ, ഈ പ്രഖ്യാപനത്തിനനുസരിച്ചല്ല അദ്ദേഹം പത്രം നടത്തിയത്. അത് ഞാൻ പറയുന്നതല്ല. നമ്മുടെ അബ്രാഹ്മണ പ്രസ്ഥാന മദ്രാസിലെ അബ്രാഹ്മണ പ്രസ്ഥാന ഡോക്ടർ ടി.എം. നായർ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഇത് പിന്നീട് താമസിച്ചത്. ആളുടെ വീട്ടിലെ ടി.എം. നായരുടെ വീട്ടിൽ മഹാബംഗ്ലാവ്. അത് പൊളിക്കാൻ തന്നെ 1.5 മാസം എടുത്തു. എനിക്കൊരു ഒരാൾ അതിൽപ്പെട്ട ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞാണ്. ഞാൻ ഇങ്ങനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അവിടെയാണ് താമസിച്ചത്. തരവത്തമ്മാളുമ്മ അദ്ദേഹത്തിൻ്റെ അമ്മ നല്ല അമ്മയും നല്ല എഴുത്തുകാരിയുമാണ്. നല്ലൊരു ഗദ്യശൈലി അവർക്ക് അവകാശമുണ്ട്, നല്ല പാണ്ഡിത്യമുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും പാണ്ഡിത്യം. അവിടെയാണ് താമസിച്ചത്. കല്യാണിയമ്മയുടെ പ്രസവമൊക്കെ എടുത്തത് അവരാണ്. അമ്മ അവിടെ താമസിച്ചപ്പോൾ ഡോക്ടർ ടി.എം. നായർ അദ്ദേഹത്തിൻ്റെ ജസ്റ്റിസ് എന്നൊരു പത്രം നടത്തിയത്. ആ പത്രത്തിൻ്റെ കാപ്പികൾ മുഴുവനും അയച്ചു. അദ്ദേഹം അത് വായിച്ചു മനസ്സിലാക്കി. പത്രപ്രവർത്തനത്തിൻ്റെ ഗതി
ഏത് തരത്തിലാണ് അതിനെങ്ങനെയാണ് അതിൻ്റെ സഞ്ചാരം എന്നെല്ലാം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം യഥാർത്ഥ പത്രപ്രവർത്തകനായത്. അതിനു മുമ്പ് അദ്ദേഹം പിന്നീട് ഈ പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കുറവായിരുന്നു. അത് നിരൂപണം എന്നൊരു ലേഖനം തമ്പുരാൻ എഴുതി, അദ്ദേഹത്തിൻ്റെ ഗുരുവാണല്ലോ ഏകാതിരുമേനി, ഇദ്ദേഹത്തെ ഉദ്ദേശിച്ചാണ് അത് എഴുതിയത്. ആ നിരൂപണം അതിൽ പറയും എല്ലാ ഗുണങ്ങളും മറ്റു ഗുണങ്ങളൊക്കെ പറഞ്ഞ് പ്രതിപക്ഷ ബഹുമാനം എന്ന ഗുണം വേണം. മറ്റുള്ളവരെ അതേ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുമായിരുന്നു. രാജഗോപാലാചാരിയെ വ്യക്തിപരമായ ജാരഗോപാലാചാരി എന്ന് പറഞ്ഞു. മൂലൂരിനെ മരം കയറി എന്ന് പറഞ്ഞു. അങ്ങനെ സമുദായത്തിൻ്റെ തെങ്ങിക്കിറക്കുവാണല്ലോ എഴുതി കള്ളിയെത്താൻ. അപ്പോൾ ആ ഇതിലും പറഞ്ഞു. ഇനി ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല. ഇങ്ങനെ ഒരു പട്ടിക വേണമെങ്കിൽ നിർത്താം. ഞാൻ അദ്ദേഹത്തിൻ്റെ ശത്രുവല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പഠിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയുന്നുള്ളതേ ഉള്ളൂ. എന്നാൽ അതിനുശേഷം വലിയ പത്രപ്രവർത്തനങ്ങളൊന്നും ആത്മഘോഷണിയുടെ പത്രാധിപരായിരുന്നു. അങ്ങനെ ചില നല്ല മാസികയാണ് എൻ്റെ കയ്യിലുള്ള ഈ ആത്മഘോഷണ മാസികയല്ല എന്നാൽ അപ്പോൾ അതെനിക്ക് അതിൻ്റെ സ്വഭാവം അറിയാം. അത് കഴിഞ്ഞ് ഇദ്ദേഹം ഇതെല്ലാം വന്നപ്പോൾ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ തിരുവിതാംകൂറിൻ്റെ ഇട്ടാവട്ടത്തെ രാഷ്ട്രീയ ഭരണം കൈകാര്യം ചെയ്യരുത്. അതിൽ ഈ മഹാരാജാവിൻ്റെ ആജ്ഞാനവർത്തികളല്ലേ ദിവാൻമാർ. ഇപ്പോൾ മഹാരാജാവിനെതിരായിട്ട് ഒരു വാക്ക് പോലും അദ്ദേഹം എഴുതിയിട്ടില്ല. ഭരണാധികാരിക്ക് എതിരായിട്ട് സത്യം പറയുമെന്നല്ലേ വർഗീസ് മാപ്പിള അല്ല ഇദ്ദേഹം പറയുന്നത്. വർഗീസ് മാപ്പിളല്ല ഇദ്ദേഹം പറയുന്നു അല്ലേ. അത് എന്ത് ആപത്ത് വന്നാലും ഞങ്ങൾ എങ്ങനെ നേരിടും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത്ര ധീരവും പ്രജ്ഞാബലത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അതാണ് അദ്ദേഹത്തിൻ്റെ വൈശിഷ്ട്യം എന്നാണ് എൻ്റെ അഭിപ്രായം. പൊതുജനങ്ങൾ സംഘടനകൾ ഞങ്ങൾ മറച്ചു വയ്ക്കുന്നതല്ല, നിശ്ചയം കട്ടായം എന്നാണ് കണിശമായിട്ട് പറയുകയാണ്. ചാഞ്ഞും തിരിഞ്ഞൊന്നും പറയുന്നില്ല. അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനം എന്താണെന്ന്. ലോകം വളരെ വലുതാണ് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ലോക സംഭവങ്ങളാണ്. ഇന്നലെ ഞാൻ കിട്ടിയ മുസ്ലിം എന്ന മാസിക മറിച്ച് നോക്കിയപ്പോഴാണ് അതിൽ സർവമത സാഹോദര്യത്തിൻ്റെ വിരുദ്ധമായിട്ടൊന്നും ഞാൻ കണ്ടില്ല. ഒരു അക്ഷരവും ഞാൻ കണ്ടില്ല. ഈ 12 ലക്കം ഇറങ്ങിയ ദീപികയിലും അങ്ങനെ ഒന്നില്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഞാൻ അത് പരിശോധിച്ചിട്ട് പറയണം. പരിശോധിച്ചിട്ടാണ് ഞാൻ എഴുതിയത്. സർവമത സാഹോദര്യത്തിൻ്റെ പ്രവാചകനായിരുന്നു വക്കം മൗലവി നമ്മുടെ നാട്ടിൽ. നമ്മുടെ ചരിത്രകാരന്മാർ അദ്ദേഹത്തിന് അർഹിക്കുന്ന സ്ഥാനം നൽകിയിട്ടില്ല. ഒരു സാംസ്കാരിക ചരിത്രം എഴുതിയവരും വേണ്ടത്ര സ്ഥാനം നൽകിയിട്ടില്ല. എന്താ സാറേ അങ്ങനെ എനിക്ക് ധാരണയല്ലേ? ഇല്ല, അർഹിക്കുന്ന സ്ഥാനം കൊടുത്തിട്ടില്ല. ഞാൻ പിന്നെ ശ്രീനാരായണ ഗുരുവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ശ്രീനാരായണ ഗുരുവുമുള്ള ബന്ധത്തെ നമ്മുടെ രാജ്യ ചരിത്രത്തിലെ പാവനമായ 2 പുണ്യപുരുഷന്മാർ തമ്മിലുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത്. പൂന്തറാമ്പിള വക്കം കിടക്കാവ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിരന്തരം സഞ്ചരിച്ചിരുന്ന ആളാണ് സ്വാമി. അത് അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം അവിടെ പൂന്തറാമ്പിളകത്ത് കയറാതെ പോകില്ല. അദ്ദേഹത്തിൻ്റെ പിതാവുമായിട്ട് അദ്ദേഹം പണ്ഡിതനായിരുന്നു. അദ്ദേഹവുമായിട്ട് ദീർഘമായി സംസാരിക്കുമായിരുന്നു. ഇതെന്നോട് ശിവഗിരിയിലെ ആദ്യത്തെ പ്രസിഡൻ്റായ സ്വാമിക്ക് ശേഷം പ്രസിഡൻ്റായ ശങ്കരാനന്ദ സ്വാമിയാണ് പറഞ്ഞത്. ഞങ്ങൾ രണ്ടും കൂടെ ആലുവായിൽ കാറിൽ പോകുന്ന അവസരത്തിൽ ഞാൻ ഇങ്ങനെ ചോദിച്ചു, പലതുമൊക്കെ ചോദിച്ചു. ഏറ്റവും സ്വാമിക്ക് ബഹുമാനവും ആദരവുമുള്ള ആളാണ് അദ്ദേഹം. ഇനി ഒരു കാര്യം കൂടി പറയാം. ഒരു സർവമത സാഹോദര്യ സമ്മേളനം ശിവഗിരിയിൽ നടന്നു. ഈ ശാരദാ പ്രതിഷ്ഠയുണ്ട്, വിദ്യാദേവതയെ പ്രതിഷ്ഠിക്കുകയല്ലോ. അപ്പോൾ അന്ന് 3 മാസത്തെ ലീവ് എടുത്താണ് ഡോക്ടർ പൽപ്പു വന്നത്. അദ്ദേഹം ആദ്യം തൊട്ട് അവസാനം വരെ അവിടെ ഇതെല്ലാം നടത്തുന്നതിന് ഡോക്ടർ പൽപ്പുവിനോടൊപ്പം പലതവണ കയറി ഇറങ്ങുന്ന
ഓരോ കാര്യങ്ങൾക്കായിട്ട് ആ കുന്ന് കയറി ഇറങ്ങുന്ന അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് കല്യാണ സ്വാമിയോട് പറഞ്ഞു. വിശ്വസനീയ സ്വാമിക്ക് വെള്ളം പറയേണ്ട കാര്യമില്ലല്ലോ, ഇല്ല, ഉണ്ടായിരുന്നു. എന്നല്ല, സർവമത സഹോദരി സമ്മേളനത്തിൽ ഒറ്റ പ്രസംഗമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മൗലവിയുടേതായി 2 മണിക്കൂറിലധികം നീണ്ടു നിന്ന പ്രസംഗം, അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നു. അത് പറഞ്ഞത് NR കൃഷ്ണൻ വക്കീലാണ്. അദ്ദേഹം എന്നോട് പറയുമ്പോൾ അദ്ദേഹത്തിന് 90 വയസ്സുണ്ട്. ആറ്റിങ്ങലത്തെ NR കൃഷ്ണൻ വക്കീല്. അദ്ദേഹത്തിന് അന്ന് അവിടെ മത്സരങ്ങളിൽ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ആഘോഷ പരിപാടികൾ. മനോരമ മാത്രമാണ് ഇതിനെ സംബന്ധിച്ചെല്ലാം റിപ്പോർട്ട് ചെയ്തത്. അതിലുമുണ്ട്, മനോരമയുടെ റിപ്പോർട്ടിലുമുണ്ട് ഇദ്ദേഹത്തിൻ്റെ മക കണ്ടത്. കൃഷിശാസ്ത്രത്തെക്കുറിച്ച് നമ്മുടെ കൃഷി ഡയറക്ടറായിരുന്ന ഒരാളുണ്ടല്ലോ, പേരൊക്കെ വരുന്നില്ല, അതല്ലേ പാടിപ്പോൾ. അദ്ദേഹം പിന്നെ ചീഫ് സെക്രട്ടറിയായി, അതിനുശേഷം NSSൻ്റെ പ്രസിഡൻ്റായി. വളരെ നല്ല മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം വേണമെന്ന് സ്വാമി പറഞ്ഞു. സ്വാമി അവിടെ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും രാജ്യം മുഴുവൻ സഞ്ചരിക്കുന്ന ആളും കൂടെ അല്ലായിരുന്നു. ഇവിടെ എന്ത് നടക്കുന്നു എന്ന് സ്വാമിക്ക് അറിയാമായിരുന്നു. അദ്ദേഹം കൃഷിശാസ്ത്രം പഠിക്കാൻ പോയി, ഇവിടുത്തെ കൃഷി ഡയറക്ടറായി. അതിനു മുമ്പ് പോലും കേൾവിയൊന്നുമുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം വന്ന് വളരെ വലിയ മാറ്റങ്ങൾ ഈ രാജ്യത്ത് കൃഷി സംബന്ധിച്ച് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അത് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ കൃഷി സമ്പ്രദായം പറയാൻ കാർഷിക രാജ്യമല്ലേ നമ്മുടെ വരാൻ പറഞ്ഞു. അദ്ദേഹത്തോട് പ്രസംഗിക്കണം. അദ്ദേഹത്തെ കൊണ്ടു അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹം 3-4 മണിക്കൂർ പ്രസംഗിച്ചു. കൃഷിശാസ്ത്ര സംബന്ധമായിട്ട് എല്ലാ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി. ഇങ്ങനെയാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വളരെ അടുത്ത ആളായിരുന്നു. അദ്ദേഹവുമായിട്ട് മതപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ ഈ മത സമ്മേളനത്തിൽ, ആലുവായിൽ കൂടിയ സർവമത സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തെങ്കിലും സംസാരിച്ചില്ല. ഓരോ സമുദായത്തിൽ നിന്ന് ഒരാൾ പേര് വന്നിട്ട് സാർ സംസാരിക്കുന്നത്. അദ്ദേഹം അതുകൊണ്ട് സംസാരിച്ചില്ലെന്നേ ഉള്ളൂ. അത് പങ്കെടുത്തതൊക്കെ സജീവമായിട്ട് തന്നെ പങ്കെടുത്തു. അത് ഞാൻ പറഞ്ഞില്ലേ, ശാരദാ പ്രതിഷ്ഠയ്ക്ക് ഈ 2 പേര് തടിയും ആരോഗ്യമൊക്കെയുള്ള 2 പേര് ആ കുന്ന് കയറി ഇറങ്ങുന്ന ചിത്രമാണ് അദ്ദേഹം എനിക്ക് തന്നത്. അദ്ദേഹത്തിൻ്റെ പിറകിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. 3 മാസത്തെ ലീവ് എടുത്താണ് ഡോക്ടർ പൽപ്പു വന്നത്. അതിലുമൊക്കെ ഉണ്ട്. ഇപ്പോൾ SNDP യോഗം സ്ഥാപിച്ചത് അദ്ദേഹം അല്ല എന്നാണ് പറയുന്നത്. സാധാരണ തന്നെ പറയുന്നത്. അവരിതൊന്നും പഠിക്കുന്നില്ലേ എന്ന് എനിക്കറിയില്ല. ഡോക്ടർ പൽപ്പുവാണ് സ്ഥാപിച്ചത്. അനിഷേധ്യമായ തെളിവുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളും ഡയറികളും എല്ലാം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി അവിടെ ഉണ്ട്, അതിലിപ്പുണ്ട്. അതിൻ്റെ കാപ്പി ഉണ്ട്. നമ്മുടെ എൻ്റെ പത്രാധിപര് ആണ്, അന്നത്തെ ചീഫ് എഡിറ്ററായിരുന്ന ആണ് എനിക്കത് എടുപ്പിച്ചത്. എല്ലാം കൊടുക്കില്ല, പക്ഷേ അടുത്ത് മാമൻ സാർ അതിലെ കമ്മിറ്റി മെമ്പറായി. അപ്പം കിട്ടി, എടുത്തു വന്നു. അദ്ദേഹമാണ് ഡോക്ടർ. ഈ ഇവിടെ ഇപ്പോൾ ഇവർ പറയുന്നത് കണ്ടിരിക്കാം, വിവേകാനന്ദൻ കണ്ടില്ലെന്ന് മാത്രമല്ല, അദ്ദേഹവുമായി ദീർഘമായിട്ട് സംസാരിച്ചു. അതിൽ എഴുതിയിരിക്കുകയാണ് ഇവിടുത്തെ ഈ നാട്ടിലെ അവസ്ഥ, ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിലുള്ള കലഹങ്ങൾ, ഇതെല്ലാം അദ്ദേഹം ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നല്ലേ, ഹൃദയത്തിൽ ചെന്നുകൊള്ളൂ. അദ്ദേഹത്തോട് പറഞ്ഞു. സ്വാമി ധാരധാരയായി കണ്ണീരൊഴുക്കി. ഉറക്കത്തിലൊന്ന പോലെ അദ്ദേഹം ഉണർന്നിട്ട് പറഞ്ഞു, സ്പിരിച്വലൈസ് ആൻഡ് ഇൻഡസ്ട്രിയലിസ്റ്റ് മാസം. ഈ സ്പിരിച്വലൈസ് നമുക്കറിയാം അല്ലേ സാറേ, മറ്റേത് ആലോചിച്ചല്ലേ കിട്ടൂ. ഇതാണ് ആധ്യാത്മികമായി ഭൗതികമായി ജനങ്ങളെ ഉയർത്തണം എന്ന് പറഞ്ഞു. അത് വിവേകാനന്ദൻ നിന്ന് കിട്ടിയതാണ്. വിവേകാനന്ദൻ പറഞ്ഞില്ലെന്നാണ്. വിവേകോദയത്തിൻ്റെ 1ാമത്തെ ലക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആശാനയിലെ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്, വിശ്വവന്യനും നമ്മുടെ പ്രത്യേക കൃതജ്ഞതയ്ക്ക് പാത്രീഭൂതനുമായ വിവേകാനന്ദ സ്വാമികളുടെ കത്തുകളും കൃതികളും മറ്റും ഞങ്ങൾ ഇതിൽ തുടർച്ചയായിട്ടുള്ളത്. 12 വിവേകാനന്ദ സൂക്തങ്ങൾ 1ാമത്തെ ലക്കത്തിലുണ്ട്. അത് തുടർന്നുള്ള ലക്കങ്ങളിലുമുണ്ട്. വിവേകാനന്ദൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ഇവിടെ അദ്ദേഹം ഒരു സംഘടന രൂപീകരിച്ചിരിക്കുന്നു. അത് ജാതിയുടെ പേരിലുള്ള സംഘടനയാണ്.
ഈഴവ മഹാജനസഭ. അപ്പോൾ ഇത് വിവേകാനന്ദനെ കണ്ടതിന് ശേഷമാണ് ഞാൻ മതിയാക്കാം, ഇത് പറഞ്ഞു പോയതാണ്. അപ്പോൾ ഈ പത്രം തുടങ്ങി അത് വേറൊരാളിനെ കൊണ്ട് പത്രം നടത്തിച്ചു എന്നുള്ളതല്ല, മേലെ ഒരു സമുന്നതനായൊരു പത്രപ്രവർത്തകനായിരുന്നു, സമാരാധ്യനായൊരു പത്രപ്രവർത്തകനായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെ ഒരു പഠനം ഉണ്ടാകേണ്ടതാണ്. എല്ലാ പ്രസിദ്ധീകരണങ്ങളും കാണാൻ കഴിയുമെങ്കിൽ അങ്ങനെ ആയുസ് കിട്ടുമെങ്കിൽ അങ്ങനെ ഒരു പഠനം എഴുതിയാലെന്നൊന്നും ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ സമർത്ഥമായ വിവരപ്പിലേക്കുള്ള പത്രപ്രവർത്തകർ, സമർത്ഥന്മാർ അതാരെങ്കിലും ഏറ്റെടുത്തത് ചെയ്യണമെന്ന് ഈ കുടുംബത്തിലുള്ളവർക്ക് തന്നെ എത്ര മിടുക്കന്മാരുണ്ടെന്നറിയാവും. അവർ തന്നെ ചെയ്താൽ എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ ചെയ്യും. എൻ്റെ വാക്കുകൾ ദീർഘിച്ചു പോയി. ഈ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കേസരി ബാലകൃഷ്ണപിള്ള പറഞ്ഞ ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം പറഞ്ഞുകൊണ്ട് നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഇത്ര ധീരനായ ഒരു സമുദായാഭിമാനിയും അതിനേക്കാൾ ധീരനായ ഒരു ദേശാഭിമാനിയും ഇന്നാട്ടിൽ ജനിച്ചിട്ടില്ലെന്ന സത്യം നമ്മുടെ കപട സാമുദായിക ദേശീയ ഭക്തന്മാർ അടുത്ത കാലത്തെങ്ങും മനസ്സിലാക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് നമസ്കാരം.